ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മാരാമൻ കൺവെൻഷനിലാണ് കേട്ടോ. അപ്പോൾ പത്തനംതിട്ടക്കാരോട് പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമേ ഇല്ല മാരാമൻ കൺവെൻഷനെക്കുറിച്ച്. ചെറുവപ്പുഴ കൺവെൻഷൻ കഴിയുമ്പോഴത്തേക്കിന് തുടങ്ങും മാരാമൻ കൺവെൻഷൻ. അപ്പോൾ ഈ രണ്ടാഴ്ചയും ആൾക്കാർക്ക് പോകാനും എൻജോയ് ചെയ്യാനും പറ്റിയ സമയമാണ് കേട്ടോ. പിന്നെ ചെറുവപ്പുഴ കൺവെൻഷൻ എന്ന് വെച്ചാൽ ഹിന്ദുമത കൺവെൻഷനാണ്. മാരാമൻ കൺവെൻഷൻ എന്ന് വെച്ചാൽ ക്രിസ്തുമത കൺവെൻഷനാണ്. അപ്പോൾ അവിടെ പന്തലിലൊക്കെ ആത്മീയമായ കാര്യങ്ങളൊക്കെ നടക്കുമെങ്കിലും കുറച്ച് ആളുകൾക്ക് കട കാണാൻ വേണ്ടി മാത്രം വരും. അപ്പോൾ ഇപ്പം നമ്മൾ രണ്ട് കൺവെൻഷനും പോകാൻ പറ്റാത്തവരുണ്ടല്ലോ, അവരൊക്കെ മിക്കവാറും കടകളെ കേന്ദ്രീകരിച്ചായിരിക്കും പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നൈറ്റ് 10 മണിയായി പോയപ്പോൾ അന്നേരം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനൊരു ചപ്പലൊക്കെ വാങ്ങിച്ചു, പിന്നെ ഐസ്ക്രീം കഴിച്ചു, പിന്നെ കടകളൊക്കെ ചെറുതായിട്ട് പൂട്ടാനൊക്കെ തുടങ്ങി അവന്. പിന്നെ കുഞ്ഞിനൊരു വണ്ടി വാങ്ങിച്ചു, പിന്നെ നച്ചുവിനൊരു പാവയും വാങ്ങിച്ചു ഞങ്ങൾ. അങ്ങനെ പിന്നെ അവിടുന്ന് ഒരു 11:30 ഞങ്ങളിങ്ങനെ ഇറങ്ങി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു. അപ്പം ഞാൻ പാലം കടന്ന് പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല ഇതുവരെ. പിന്നെ ചെറുവപ്പുഴ കൺവെൻഷന് ഇത്തവണ പോകാൻ പറ്റിയില്ല. ഇത്തവണയെന്നല്ല, 2-3 വർഷമായി പോയിട്ട്. കല്യാണത്തിന് മുമ്പൊക്കെ എപ്പോഴും പോകുമായിരുന്നു. ഫെബ്രുവരി മാസങ്ങളാണ് ഈ രണ്ട് കൺവെൻഷൻ നടക്കുന്നത്. പമ്പാതീരത്താണ് നടക്കുന്നത്. അപ്പോൾ പത്തനംതിട്ടക്കാർക്കൊരു വികാരം തന്നെയാണ് ഈ രണ്ട് കൺവെൻഷനും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സ്പെഷ്യൽ കുലുക്കി ഡാൻസും, പിന്നെ നമ്മുടെ പഴയകാല മുട്ടായിയും, കുറേ തുണിക്കടകളും, കഴിക്കാനുള്ള സാധനങ്ങളുടെ കടകളും, ഐസ്ക്രീം കടയും, ചെടിക്കടയും, അങ്ങനെ വേണ്ട സകലതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.